मज्जिम निकाय 43 മഹാവേദള്ള സൂത്ത്. ഈ സൂത്രത്തിൽ ആയുഷ്മാൻ മഹാകോട്ടീതൻ ആയുഷ്മാൻ സാരിപുത്രനോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതിനെല്ലാം സാരിപുത്രൻ ഉത്തരം പറയുകയാണ്. സാധനയിൽ മുന്നേറുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ മുന്നേറിയ വ്യക്തികൾക്ക് വളരെ ഉപകാരപ്രദമാണ് ഈ വീഡിയോ. ഇതിനു മുൻപുള്ള സൂത്രം മജ്ജിമ നികായ 42 അനുവാദം ചെയ്തിട്ടില്ല. കാരണം അത് 41 പോലെ തന്നെയാണ്. അതുകൊണ്ടാണ് അത് വിവർത്തനം ചെയ്യാറുന്നത്. ഈ സൂത്രത്തിൽ ഒരുപാട് കാര്യങ്ങളുടെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ പദങ്ങളുടെ അർത്ഥമെന്ന് വളരെ വിശദമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ സൂത്രത്തിലേക്ക് പോകാം. ഞാൻ ഇപ്രകാരം കേട്ടു. ഒരിക്കൽ ഭഗവാൻ ശ്രാവസ്തിയിൽ ജേതവനത്തിൽ അനാഥപിണ്ഡകൻ്റെ ആശ്രമത്തിൽ വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരിക്കൽ വൈകുന്നേരം ആയുഷ്മാൻ മഹാകോട്ടിത ധ്യാനത്തിൽ നിന്ന് ഉണർന്നതിന് ശേഷം ആയുഷ്മാൻ സാരിപുത്രൻ്റെ അടുത്ത് എത്തി അദ്ദേഹത്തിനെ അഭിവാദ്യം ചെയ്തു. അഭിവാദ്യവും കുശലപ്രശ്നങ്ങൾക്ക് ശേഷം ആയുഷ്മാൻ മഹാകോട്ടിതൻ ഒരു വശത്ത് ഇരുന്നു. എന്നിട്ട് ആയുഷ്മാൻ സാരിപുത്രനോട് ഇങ്ങനെ പറഞ്ഞു: മിത്ര, ദുപ്പഞ്ഞോ ദുപ്പഞ്ഞോ എന്ന് പറയുന്നു. മിത്ര, ഈ ദുപ്പഞ്ഞോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ സൂത്രങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഒന്നും തന്നെ മനസ്സിലാവില്ല. കാരണം പാലി ഭാഷ അറിയാതെ നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിൽ ഈ സൂത്രങ്ങളുടെ അർത്ഥം ഒന്നും തന്നെ നമ്മൾക്ക് മനസ്സിലാവില്ല. ഇംഗ്ലീഷിൽ ഇതിന് പറയുന്നത് വിറ്റ്ലെസ് പേഴ്സൺ എന്നാണ്. എന്നാൽ പാലിയിൽ ഇതിന് പറയുന്നത് ദുപ്പഞ്ഞോ എന്നാണ്. ദുഷ്പ്രജ്ഞൻ, അതായത് ആർക്ക് പ്രജ്ഞയില്ലയോ, ബുദ്ധിയില്ലയോ, വിവേകമില്ലയോ അവരെയാണ് ദുപ്പഞ്ഞോ എന്ന് പറയുന്നത്. പഞ്ഞ അല്ലെങ്കിൽ പ്രജ്ഞയില്ലാത്ത വ്യക്തി. പാലിയിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അർത്ഥം വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാകില്ല. അതുകൊണ്ടാണ് ഈ സൂത്രങ്ങളെല്ലാം ഇംഗ്ലീഷിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് അർത്ഥം മനസ്സിലാകാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. മറ്റൊരു വാക്ക് കൂടിയുണ്ട്, ഇനീഷ്യൽ അപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് ആൻഡ് സസ്റ്റെയിൻഡ് അപ്ലിക്കേഷൻ ഓഫ് മൈൻഡ്. ഇത് എന്തിനെയാണ് പറയുന്നത്? വിതർക്ക വിചാരങ്ങളെയാണ് പറയുന്നത്. വിതർക്ക വിചാരം എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്ക് കാര്യം മനസ്സിലാവും. പക്ഷേ ഇനീഷ്യൽ അപ്ലിക്കേഷൻ ഓഫ് മൈൻഡ്, സസ്റ്റെയിൻഡ് അപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കാര്യങ്ങൾ ഒട്ടും തന്നെ മനസ്സിലാകില്ല. അതാണ് ഈ ഇംഗ്ലീഷ് വിവർത്തനം മൂലം നമ്മൾക്ക് കാര്യങ്ങൾ മനസ്സിലാകാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ്. അതുകൊണ്ടാണ് പാലി ഭാഷ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾക്ക് സൂത്രങ്ങൾ ഒട്ടും തന്നെ മനസ്സിലാകില്ല. ദുപ്പന്യൻ എന്ന് ആരെയാണ് വിളിക്കുന്നത്? അതായത് പ്രജ്ഞയില്ലാത്തവൻ, പഞ്ഞയില്ലാത്തവൻ, അവൻ ആരാണ്? മിത്ര, നപ്പജാനാതി നപ്പജാനാതി, അതിനാൽ അവനെ ദുപ്പഞ്ഞോ എന്ന് വിളിക്കുന്നു. നപ്പജാനാതി, പജാനാതി എന്ന് പറയുമ്പോൾ അറിയുന്നില്ല, മനസ്സിലാകുന്നില്ല, അതിനാൽ അവനെ ദുഷ്പ്രജ്ഞൻ എന്ന് വിളിക്കുന്നു. കിഞ്ച നപ്പജാനാതി, എന്താണ് അവൻ അറിയാതിരിക്കുന്നത്? പജാനാതി എന്ന വാക്കിന് പ്രജ്ഞാപൂർവം അറിയുക എന്നാണ് അർത്ഥം. ഇതം ദുഃഖന്തി നപ്പജാനാതി, ഇത് ദുഃഖമാണ് എന്ന് അവൻ പ്രജ്ഞാപൂർവം അറിയുന്നില്ല. ഇത് ദുഃഖത്തിൻ്റെ സമുദയമാണ് എന്ന് പ്രജ്ഞാപൂർവം അറിയുന്നില്ല. ദുഃഖത്തിൻ്റെ നിരോധമാണ് എന്ന് പ്രജ്ഞാപൂർവം അറിയുന്നില്ല. ദുഃഖത്തിൻ്റെ നിരോധനത്തിനുള്ള വഴിയാണ് എന്ന് പ്രജ്ഞാപൂർവം അറിയുന്നില്ല. നപ്പജാനാതി, അവന് മനസ്സിലാകുന്നില്ല, അതിനാൽ അവനെ ദുപ്പഞ്ഞോ എന്ന് വിളിക്കുന്നു. അപ്പോൾ ആയുഷ്മാൻ മഹാകോട്ടിത സാധു, വളരെ നന്നായി എന്ന് പറഞ്ഞ് ആയുഷ്മാൻ സാരിപുത്രൻ്റെ വാക്കുകളെ അനുമോദിച്ചു. അദ്ദേഹം പറഞ്ഞത് ശരിയാണ് എന്ന് സമ്മതിച്ചു. എന്നിട്ട് ആയുഷ്മാൻ മഹാകോട്ടിതൻ സാരിപുത്രനോട് മറ്റൊരു ചോദ്യം ചോദിച്ചു. മിത്ര, പഞ്ഞാവ എന്ന് പറയുന്നു, അതായത് പ്രജ്ഞാവാൻ. അതിനെയാണ് പാലിയിൽ പഞ്ഞാവ എന്ന് പറയുന്നത്. വിവേകമുള്ളവൻ, അറിവുള്ളവൻ എന്നൊക്കെ അർത്ഥം. സുഹൃത്തെ, ഈ പഞ്ഞാവാൻ എന്ന് ആരെയാണ് വിളിക്കുന്നത്? മിത്ര, പജാനാതി, അതിനാലാണ് അവനെ പഞ്ഞാവാൻ എന്ന് വിളിക്കുന്നത്. പ്രജ്ഞാപൂർവം അറിയുന്നു, അതിനെയാണ് പജാനാതി എന്ന് പറയുന്നത്. അതുകൊണ്ട് അവനെ പഞ്ഞാവാൻ എന്ന് വിളിക്കുന്നു. കിഞ്ച പജാനാതി, എന്താണ് അറിയുന്നത്? ഇതം ദുഃഖന്തി പജാനാതി, ഇത് ദുഃഖമാണ് എന്ന് അറിയുന്നു. ഇത് ദുഃഖത്തിൻ്റെ സമുദയമാണ് എന്ന് അറിയുന്നു. ഇത് ദുഃഖത്തിൻ്റെ നിരോധമാണ് എന്ന് അറിയുന്നു. ഇത് ദുഃഖത്തിൻ്റെ നിരോധനത്തിനുള്ള പാതയാണ് എന്ന് അറിയുന്നു. സുഹൃത്തെ, പജാനാതി, അതിനാൽ അവനെ പഞ്ഞവാൻ എന്ന് വിളിക്കുന്നു.
അവൻ പ്രജ്ഞാപൂർവം അറിയുന്നു, അതിനാൽ അവനെ പഞ്ഞാവാൻ, പ്രജ്ഞാവാൻ എന്ന് വിളിക്കുന്നു. സുഹൃത്തെ, വിജ്ഞാനം വിജ്ഞാനം എന്ന് പറയുന്നുണ്ട്. മിത്ര, ഈ വിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അതിനെങ്ങനെയാണ് വ്യാഖ്യാനിക്കുക? ഭഗവാൻ ഒരുപാട് പുതിയ പദങ്ങൾ നമ്മുടെ ഭാഷയ്ക്ക് സംഭാവനയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പദങ്ങളെയെല്ലാം പറ്റി സംശയമുണ്ടാകുന്നത്. സുഹൃത്തെ, വിജാനാതി വിജാനാതി, അതിനാൽ അതിനെ വിജ്ഞാനം എന്ന് പറയുന്നു. വിജാനാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അറിയുന്നു എന്ന് അർത്ഥം. കോഗ്നൈസ്, അവർ എന്താണ് അറിയുന്നത്? സുഖം തിബി വിജാനാതി ദുഃഖം തിബി വിജാനാതി അദുഃഖമസുഖം തിബി വിജാനാതി. അതായത് ഇത് സുഖമാണെന്ന് അറിയുന്നു, ദുഃഖമാണ് എന്ന് അറിയുന്നു, സുഖമോ ദുഃഖമോ അല്ലാത്ത ന്യൂട്രലായിട്ടുള്ള അനുഭവമാണ് എന്നറിയുന്നു. മിത്ര, വിജാനാതി വിജാനാതി, അതിനാലാണ് വിജ്ഞാനം എന്ന് പറയുന്നത്, വിജ്ഞാനം എന്ന് പറയുന്നത്. പാലിയിൽ വിജ്ഞാനം, മലയാളത്തിൽ വിജ്ഞാനം. സുഹൃത്തെ, പഞ്ഞ വിജ്ഞാനം. ഇമേ ധമ്മ സമഠ ഉദാഹു വിസമഠ. പഞ്ഞ വിജ്ഞാനം. പഞ്ഞ എന്ന് പറയുമ്പോൾ പ്രജ്ഞ, വിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജ്ഞാനം. പ്രജ്ഞയും വിജ്ഞാനവും കൂടിച്ചേർന്നതാണോ അതോ വെവ്വേറെയാണോ? നമ്മൾക്ക് ഇത് രണ്ടിനെയും വെവ്വേറെയാക്കി അതിൻ്റെ വ്യത്യാസത്തെ മനസ്സിലാക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ വ്യത്യാസത്തെപ്പറ്റി പറയാൻ സാധിക്കുമോ? സുഹൃത്തെ, പ്രജ്ഞ വിജ്ഞാനം ഇത് രണ്ടും കൂടിച്ചേർന്നതാണ്, വെവ്വേറെ അല്ല. നിങ്ങൾക്ക് ഒരിക്കലും ഈ ധർമ്മങ്ങളെ വേർതിരിച്ച് കാണാൻ സാധിക്കില്ല. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസവും നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഏതൊന്നിനെ പ്രജ്ഞാപൂർവം അറിയുന്നോ പജാനാതി, അതിനെ നിങ്ങൾ വിജാനാതി, അതിനെ അറിയുന്നു. ഏതൊന്നിനെ വിജാനാതി അറിയുന്നുവോ അതിനെ പ്രജ്ഞാപൂർവം അറിയുന്നു, പജാനാതി. അതായത് പ്രജ്ഞയും വിജ്ഞാനവും രണ്ടും ഒന്നാണ് എന്ന് പറയുന്നത്, പഞ്ഞ വിജ്ഞാനം. അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടിച്ചേർന്നിരിക്കുന്നത്, രണ്ടും വെവ്വേറെ ആവാത്തത്. അതിനാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇതിനെ വെവ്വേറെയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് രണ്ടും നമ്മളുടെ വ്യത്യാസവും നമ്മൾക്ക് പറയാൻ സാധിക്കില്ല. സുഹൃത്തെ, പ്രജ്ഞയും വിജ്ഞാനവും ഇത് രണ്ടും കൂടിച്ചേർന്നതാണ്, വെവ്വേറെയല്ല എങ്കിൽ ഇത് രണ്ടും നമ്മളുടെ വ്യത്യാസം എന്താണ്? ഇത് രണ്ടും നമ്മളുടെ വ്യത്യാസം എന്തെന്നാൽ പഞ്ഞ ഭാവേദബ്ബ, പ്രജ്ഞയെ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതാണ്. വിജ്ഞാനം പരിജ്ഞേയം, വിജ്ഞാനത്തെ നമ്മൾ പരിപൂർണമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതായത് പ്രജ്ഞ എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും വീണ്ടും അഭ്യസിക്കുന്ന സമയത്താണ് നമ്മൾക്ക് ആ പ്രജ്ഞയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഭ്യാസമില്ലാതെ നമ്മൾക്ക് ഒരിക്കലും പ്രജ്ഞ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പ്രജ്ഞയെ നമ്മൾ ഭാവന ചെയ്യണം, അതായത് വീണ്ടും വീണ്ടും അഭ്യസിക്കണം, അതിനെ വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. പ്രജ്ഞയില്ലാതെ നമ്മൾക്ക് ഒരിക്കലും മുക്തി ലഭിക്കില്ല. അപ്പോൾ അതിനെ വീണ്ടും വീണ്ടും നമ്മൾ അഭ്യസിച്ച് അതിനെ വർദ്ധിപ്പിക്കണം. എന്നാൽ വിജ്ഞാനം എന്താണ്? അതിനെ പരിപൂർണമായിട്ടും നമ്മൾ മനസ്സിലാക്കണം. അതായത് 6 ഇന്ദ്രിയങ്ങൾക്ക് 6 തരത്തിലുള്ള വിജ്ഞാനമുണ്ട്. ഈ വിജ്ഞാനം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യത്തെപ്പറ്റി നമ്മൾ ശരിയായിട്ട് നമ്മൾ മനസ്സിലാക്കണം, അതിനെ പരിപൂർണമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം. സുഹൃത്തെ, അവർ വേദന വേദന എന്ന് പറയുന്നു. എന്തിനെയാണ് ഈ വേദന എന്ന് പറയുന്നത്? സുഹൃത്തെ, വേദേതി വേദേതി, അതിനാൽ അതിനെ വേദന എന്ന് പറയുന്നു. അതായത് വേദേതി എന്ന് പറയുമ്പോൾ അനുഭവിക്കുന്നു, അതുകൊണ്ട് അതിനെ വേദന എന്ന് പറയുന്നു. എന്തിനെയാണ് അത് അനുഭവിക്കുന്നത്? സുഖം ബി വേദേതി ദുഃഖം ബി വേദേതി അദുഃഖമസുഖം ബി വേദേതി. അതായത് സുഖ അനുഭവത്തെ അനുഭവിക്കുന്നു, ദുഃഖത്തെ അനുഭവിക്കുന്നു, സുഖമോ ദുഃഖമോ അല്ലാത്ത ന്യൂട്രലായിട്ടുള്ള കാര്യങ്ങളെയും അനുഭവിക്കുന്നു. അതായത് ഇവിടെ പറയുന്നത് സംവേദന എന്നതിനെ പറ്റിയിട്ടാണ്. എന്താണ് ഈ സംവേദന, അല്ലെങ്കിൽ എന്തിനെയാണ് ഈ വേദന എന്ന് പറയുന്നത്? സുഖം ദുഃഖം ന്യൂട്രൽ, ഇതിനെ അനുഭവിക്കുന്നതിനെയാണ് വേദന എന്ന് പറയുന്നത്. അത് അനുഭവിക്കുന്നു, അതിനാലാണ് അതിനെ വേദന എന്ന് പറയുന്നത്. വേദേതി തസ്മാ വേദനാദി ഉച്ഛതി. മിത്ര, അവർ സഞ്ജ എന്ന് പറയുന്നു. മിത്ര, ഈ സഞ്ജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പാലിയിൽ സഞ്ജ, മലയാളത്തിൽ സംഖ്യ എന്ന് പറയാം, അല്ലെങ്കിൽ സംസ്കൃതത്തിൽ സംഖ്യ എന്ന് പറയാം. സഞ്ജാനാദി സഞ്ജാനാദി,
അതിനാൽ അതിനെ സംജ്ഞ എന്ന് വിളിക്കുന്നു. അതായത് അത് സംജ്ഞാനാദി തിരിച്ചറിയുന്നു, അതിനാൽ അതിനെ സംജ്ഞ എന്ന് വിളിക്കുന്നു. എന്തിനെയാണ് അത് തിരിച്ചറിയുന്നത്? കിഞ്ച സഞ്ജാനാദി, നീലകമ്പി സഞ്ജാനാദി, അത് നീലയാണ് എന്നറിയുന്നു, മഞ്ഞയാണ് എന്നറിയുന്നു, ചുവപ്പാണ് എന്ന് തിരിച്ചറിയുന്നു, വെള്ളയാണ് എന്ന് തിരിച്ചറിയുന്നു. സഞ്ജാനാദി തിരിച്ചറിയുന്നു, അതിനാൽ അതിനെ സംജ്ഞ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ സംഖ്യ എന്ന് വിളിക്കുന്നു. മിത്ര, ഈ വേദന, സംജ്ഞ, വിജ്ഞാനം, ഇത് മൂന്നും കൂടിച്ചേർന്നതാണോ വെവ്വേറെയാണോ? ഇത് മൂന്നും നമ്മുടെ മനസ്സിൻ്റെ തന്നെ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് വേദന, സംജ്ഞ, വിജ്ഞാനം ഇത് മൂന്നും കൂടിച്ചേർന്നതാണോ വെവ്വേറെയാണോ എന്നാണ് ചോദിക്കുന്നത്. പലരും വിചാരിക്കുന്നത് ഇത് വെവ്വേറെയാണ് എന്നാണ്. മിത്ര, ഈ മൂന്നിനെയും നമ്മൾക്ക് വെവ്വേറെയാക്കി കാണാൻ സാധിക്കുമോ? ഇത് മൂന്നിനും ഉള്ള വ്യത്യാസം നമ്മൾക്ക് പറയാൻ സാധിക്കുമോ? സുഹൃത്തെ, വേദന, സംഖ്യ, വിജ്ഞാനം ഇത് മൂന്നും കൂടിച്ചേർന്നതാണ്, വെവ്വേറെയല്ല. ഇതിനെ മൂന്നിനെയും നമ്മൾക്ക് വെവ്വേറെയാക്കാൻ സാധിക്കില്ല. അതുകൂടാതെ ഇവ തമ്മിലുള്ള വ്യത്യാസവും നമ്മൾക്ക് വിവരിക്കാൻ സാധിക്കില്ല. വേദേതി തം സഞ്ജാനാദി, ഏതൊന്ന് അനുഭവിക്കുന്നുവോ അതിനെ തിരിച്ചറിയുന്നു. യം സഞ്ജാനാദി തം വിജാനാദി, ഏതൊന്നിനെ തിരിച്ചറിയുന്നുവോ അതിനെ മനസ്സിലാക്കുന്നു. അതിനാൽ ഈ ധർമ്മങ്ങൾ കൂടിച്ചേർന്നതാണ്, വെവ്വേറെയല്ല. ഈ ധർമ്മങ്ങളെ നമ്മൾക്ക് വെവ്വേറെയാക്കാൻ സാധിക്കില്ല. അതുകൂടാതെ ഇവ തമ്മിലുള്ള വ്യത്യാസവും നമ്മൾക്ക് പറയാൻ സാധിക്കില്ല. മിത്രമേ, 5 തരത്തിലുള്ള ഇന്ദ്രിയങ്ങളിൽ നിന്ന് പരിശുദ്ധമായിട്ടുള്ള മനോവിജ്ഞാനത്താൽ നമ്മൾക്ക് എന്തിനെ അറിയാൻ സാധിക്കും? നമ്മൾക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ട്. കണ്ണ്, മൂക്ക്, നാവ്, ചെവി, തൊലി അല്ലെങ്കിൽ ശരീരം. ഈ ഇന്ദ്രിയങ്ങൾക്ക് ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള വിജ്ഞാനമുണ്ട്. എന്നാൽ ഈ വിജ്ഞാനം ശുദ്ധമല്ല. കാരണം സംഖ്യ എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് അത് ശുദ്ധമല്ല. അത് തെറ്റായിട്ടുള്ള സംജ്ഞയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ആ വിജ്ഞാനം തന്നെ ശുദ്ധമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വിജ്ഞാനത്താൽ എന്തിനെ അറിയാൻ സാധിക്കുമെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. മിത്ര, ആ 5 ഇന്ദ്രിയങ്ങളിൽ നിന്നും പരിശുദ്ധമായിട്ടുള്ള ആ മനോവിജ്ഞാനത്താൽ അനന്ത ആകാശം എന്ന ആകാശാനഞ്ചായതനം എന്നതിനെപ്പറ്റി അറിയാൻ സാധിക്കും. അതേപോലെ തന്നെ അനന്തവിജ്ഞാനം എന്ന വിജ്ഞാനഞ്ചായതനം എന്നതിനെ അറിയാൻ സാധിക്കും. നത്തികിഞ്ചി എന്ന അകിഞ്ചനായതനം എന്നതിനെ അറിയാൻ സാധിക്കും. ഇവിടെ 5, 6, 7 ഈ 3 തരത്തിലുള്ള അരൂപജ്ഞാനങ്ങളെയാണ് പറയുന്നത്. മിത്രമേ, ഈ ധർമ്മത്താൽ എന്തിനെയാണ് പ്രജ്ഞാപൂർവം അറിയുന്നത്? മിത്രമേ, ഈ ധർമ്മത്തെ പ്രജ്ഞാചക്ഷുവിനാലാണ് നിങ്ങൾ അറിയുന്നത്. പ്രജ്ഞയുടെ കണ്ണുകൊണ്ടാണ് നിങ്ങൾ അറിയുന്നത്. മിത്രമേ, പഞ്ഞ എന്തിനുള്ളതാണ്? അല്ലെങ്കിൽ പ്രജ്ഞ എന്തിനുള്ളതാണ്? പഞ്ഞഖോ ആവുസോ അഭിഞ്ഞത്ത പരിഞ്ഞത്ത പഹാണത്ത. ഈ പ്രജ്ഞയുടെ ആവശ്യം എന്ന് പറയുന്നത് സ്വന്തം അനുഭവത്താൽ അറിയുക, അതിനെ പരിപൂർണമായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് ഉപേക്ഷിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഉപേക്ഷിക്കൽ. നമ്മൾ ശരീരത്തിലും മനസ്സിലും എന്ത് അനുഭവിക്കുന്നുണ്ടോ അതിനെ നമ്മുടെ സ്വന്തം അനുഭവത്തിൽ മനസ്സിലാക്കണം, പരിപൂർണമായിട്ട് മനസ്സിലാക്കണം. അതിനുശേഷം അതിനെ ഉപേക്ഷിക്കണം. അപ്പോഴാണ് ആ പ്രജ്ഞ പൂർത്തിയാവുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ സംവേദന നോക്കുന്ന സമയത്ത് അതിനെ നമ്മളുടെ അനുഭവത്തിലൂടെ അറിയുന്നു, അതിനെപ്പറ്റി പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം അതിനെ നമ്മൾ ഉപേക്ഷിക്കണം. അതായത് അതിനെ ഒരിക്കലും മുറുക്കെ പിടിക്കരുത്, ഇതാണ് ആത്യന്തിക സത്യം എന്ന് പറഞ്ഞിട്ട് അതിനെ ഉപേക്ഷിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൂടാതെ നമ്മുടെ മനസ്സിൽ നീവരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെയും നമ്മൾ ഉപേക്ഷിക്കണം. അതിനാൽ ബന്ദേ വിമലാരംസിയുടെ 6R എന്ന് പറയുന്ന അഭ്യാസം നമ്മൾക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. അത് നമ്മളെ അർഹന്തൻ വരെ കൊണ്ട് എത്തിക്കുന്നതാണ്. കാരണം അതിൽ ഒരു സ്റ്റെപ്പുണ്ട്, റിലീസ് എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മൾ ഏതൊരു കാര്യത്തെ നമ്മൾ കാണുന്നോ ഉടൻ തന്നെ നമ്മൾ അതിനെ ഉപേക്ഷിച്ചു. നിർവ്വാണം ലഭിക്കുന്നത് വരെ നമ്മുടെ ശരീരത്തിലും മനസ്സിലും എന്തെല്ലാം ഉണ്ടോ നമ്മൾ അതിനെയെല്ലാം ഉപേക്ഷിക്കുന്നു. അതുകൂടാതെ ആത്യന്തികമായിട്ടുള്ള നിർവ്വാണം നമ്മൾക്ക് ലഭിക്കുന്ന സമയത്ത് അതും തൻ്റെയല്ല, അതിലും ഒരു വ്യക്തി ആഹ്ലാദിക്കുന്നില്ല, അതിനെയും ഉപേക്ഷിക്കണം എന്നാണ് മജ്ജിമ നികായത്തിലെ 1ാമത്തെ സൂത്രം പറയുന്നത്. ഒരു സാധാരണ വ്യക്തി നിർവ്വാണത്തിൽ ആഹ്ലാദിക്കുന്നു, എന്നാൽ അർഹന്തൻ നിർവ്വാണം തൻ്റേതെന്ന് കരുതുന്നില്ല, അതിൽ ആഹ്ലാദിക്കുന്നില്ല. അതാണ് ആ സൂത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിനാൽ പ്രജ്ഞയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്
അനുഭവിക്കുന്ന എല്ലാ ധർമ്മങ്ങളെയും ഉപേക്ഷിക്കലാണ്. മിത്രമേ, സമ്മാദിട്ടി ഉണ്ടാകുന്നതിന് എന്തൊക്കെ പ്രത്യയങ്ങൾ അല്ലെങ്കിൽ കാരണങ്ങളുണ്ട്? നമ്മൾക്കറിയാം, അഷ്ടാംഗമാർഗത്തിൽ ആദ്യമായിട്ട് വരുന്നത് സമ്മാദിട്ടിയാണ്. സമ്മാദിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്? ഇത് ദുഃഖമാണ്, ദുഃഖത്തിൻ്റെ സമുദയമാണ്, നിരോധമാണ്, നിരോധനത്തിലുള്ള മാർഗമാണ്. അതാണ് സമ്മാദിട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് എന്തിനെ ആശ്രയിച്ചിട്ടാണ് ഉണ്ടാകുന്നത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. മിത്ര, സമ്മാദിട്ടി ഉണ്ടാകുന്നതിന് രണ്ട് പ്രത്യയങ്ങൾ അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. പരതോ ച ഘോസോ യോനീസോ ച മനസ്സിക്കാരോ. മറ്റുള്ളവരുടെ വാക്കുകൾ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധാപൂർവമായിട്ടുള്ള നമ്മുടെ മനസ്സിക്കാരോ, അറ്റൻഷൻ, മനസ്സിൻ്റെ ശ്രദ്ധ. അതായത് 4 ആര്യസത്യമുണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലായി. അത് മറ്റുള്ളവരുടെ വാക്കാണ്. ഇനി നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ശരിയായിട്ടുള്ള നമ്മുടെ മനസ്സിനെ അതിൽ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ ഈ 4 ആര്യസത്യത്തിനെയും മനസ്സിലാക്കുന്നു. ഈ രണ്ട് കാര്യങ്ങൾ മൂലമാണ് സമ്മാദിട്ടി ഉണ്ടാകുന്നത്. മിത്ര, ഈ സമ്മാദിട്ടിക്ക് എത്ര കാര്യങ്ങൾ അതിനെ സഹായിക്കുന്ന സമയത്താണ് നമുക്ക് ചേതോ വിമുക്തിയും പഞ്ഞാ വിമുക്തിയും ഉണ്ടാകുന്നത്? ചേതോ വിമുക്തിയുടെയും പഞ്ഞാ വിമുക്തിയുടെയും ഫലവും ഗുണവും നമുക്ക് ലഭിക്കുന്നത്. എന്താണ് ഈ ചേതോ വിമുക്തി? എന്താണ് ഈ പഞ്ഞാ വിമുക്തി? മനസ്സിനെ സംസ്കാരങ്ങളിൽ നിന്ന് ശാന്തമാക്കി മുക്തമാകുന്ന അവസ്ഥ, അതിനെയാണ് ചേതോ വിമുക്തി എന്ന് പറയുക. മനസ്സിനെ പ്രജ്ഞയാൽ വിമുക്തമാക്കി, അതായത് അനിത്യ, ദുഃഖ, അനത്ത ഇത് മൂന്നും അറിഞ്ഞ് അതിനെ സംസ്കാരങ്ങളിൽ നിന്ന് വിമുക്തമാക്കി മുക്തി നേടുന്ന അവസ്ഥയാണ് പഞ്ഞാ വിമുക്തി എന്ന് പറയുക. ഭഗവാൻ 2 തരത്തിലും മുക്തനാണ്. പഞ്ഞാ വിമുക്തിയും അതേപോലെ തന്നെ ചേതോ വിമുക്തിയും ഭഗവാനുണ്ട്. ഇത് രണ്ടും 2 തരത്തിലുള്ള മുക്തിയുടെ അവസ്ഥയാണ്. ഇത് കൂടാതെ മറ്റനേകം മുക്തികളുണ്ട്. അതിനെപ്പറ്റി ഈ സൂത്രത്തിൽ തന്നെ പറയുന്നുണ്ട്. മിത്രമേ, സമ്മാദിട്ടിക്ക് 5 കാര്യങ്ങൾ അതിനെ സഹായിക്കുന്ന സമയത്താണ് ചേതോ വിമുക്തി, പഞ്ഞാ വിമുക്തി ഇത് രണ്ടിൻ്റെയും ഫലവും ഗുണവും നമുക്ക് ലഭിക്കുന്നത്. മിത്രമേ, ചേതോ വിമുക്തിയെ ശീലം, അതേപോലെ തന്നെ സുതം, അതായത് കേട്ട കാര്യങ്ങൾ, സാകച്ചം നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ, സമത മനസ്സിനെ ശാന്തമാക്കൽ അല്ലെങ്കിൽ സമാധിസ്ഥമാക്കൽ, വിപശ്യന ഈ 5 കാര്യങ്ങൾ കൂടിച്ചേരുന്ന സമയത്താണ് സമ്മാദിട്ടി മൂലം നമ്മൾക്ക് ചേതോ വിമുക്തിയും പഞ്ഞാ വിമുക്തിയും ലഭിക്കുന്നത്. അതായത് നിർവ്വാണം ലഭിക്കണമെങ്കിൽ ഈ സമ്മാദിട്ടിയോടുകൂടി ശീലം വേണം. പിന്നെ നമ്മൾ കേൾക്കണം. കേട്ടതിന് ശേഷം ഈ കാര്യങ്ങളെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യണം. ചർച്ച ചെയ്തതിന് ശേഷം നമ്മൾ അതേ കാര്യങ്ങളെ നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ വെച്ച് നമ്മൾ സമാധി അഭ്യസിക്കണം. പിന്നീട് നമ്മൾ വിപശ്യനയും അഭ്യസിക്കണം. ഇവിടെയും നോക്കൂ, സമാധി വിപശ്യന ഇത് രണ്ടും ഒരുമിച്ചിട്ടാണ് പറയുന്നത്. സമത വിപശ്യന രണ്ടും കൂടിച്ചേരണം. അപ്പോൾ മാത്രമാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുകയുള്ളൂ. ഇത് വെവ്വേറെയല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ബന്ദേ വിമലാരാം സി പഠിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് ട്രാങ്കിൾ വിസ്ഡം, അതായത് സമത വിപശ്യന ധ്യാനം എന്നാണ് പറയുന്നത്. സമതയും വിപശ്യനയും ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് മുക്തി ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ധ്യാനം വളരെ അത്യാവശ്യമാണ്. അതിൽ പ്രജ്ഞയും വളരെ അത്യാവശ്യമാണ്. ബുദ്ധഘോഷൻ എഴുതിയ പുസ്തകം വിശുദ്ധിമാർഗം എന്ന പുസ്തകം, അതിൽ സമതയെയും വിപശ്യനയും രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതാണ് ഇന്ന് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ വ്യക്തി ധ്യാനം ചെയ്യുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു. സംസ്കൃത പണ്ഡിതനായിരുന്നു, പാലി പണ്ഡിതനായിരുന്നു. അതുകൊണ്ടാണ് ആ വ്യക്തിക്ക് ആ രീതിയിലുള്ള തെറ്റുപറ്റിയത്. സമ്മാദിട്ടിക്ക് ഈ 5 കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾക്ക് ചേതോ വിമുക്തി, പഞ്ഞാ വിമുക്തി രണ്ടും അതിൻ്റെ ഫലമായിട്ട്, അതിൻ്റെ ഗുണമായിട്ട് നമ്മൾക്ക് ലഭിക്കുന്നത്. മിത്ര, ഈ ഭവങ്ങൾ എത്രയൊക്കെയുണ്ട്? മിത്ര, ഈ ഭവം എന്ന് പറയുന്നത് 3 തരത്തിലുണ്ട്. കാമഭവം, രൂപഭവം, അരൂപഭവം. കാമഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യലോകം, 6 ദേവലോകം, അതേപോലെ തന്നെ താഴെയുള്ള അധോലോകങ്ങൾ, ഇതെല്ലാം കാമഭവത്തിൽ വരുന്നതാണ്. കാരണം അവിടെയെല്ലാം ഇന്ദ്രിയ സുഖങ്ങളുടെ ആധിക്യത ഉണ്ട്. ഇനി അടുത്തത് രൂപഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 രൂപബ്രഹ്മലോകങ്ങളുടെ ലോകമാണ്. അരൂപഭവം എന്ന് പറയുമ്പോൾ 4 അരൂപ ബ്രഹ്മലോകങ്ങളുടെ സ്ഥലമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ലോകം, ഇതൊക്കെയാണ് ലോകത്തിൻ്റെ പല തലങ്ങൾ. മിത്രമേ, എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഭാവിയിൽ പുനർജന്മം ഉണ്ടാകുന്നത്, പുനർഭവം ഉണ്ടാകുന്നത്?
മിതൃ. പ്രാണികൾക്ക് അവിദ്യാനീവരണം ഉണ്ടാകുന്ന സമയത്ത്, തനുഹ സംയോജനം ഉണ്ടാകുന്ന സമയത്ത്, തത്രാഭിനന്ദന, അതായത് പ്രാണികൾക്ക് അവിദ്യ ഉണ്ടാകുന്നുണ്ട്. അതായത് ദുഃഖത്തെപ്പറ്റിയോ ദുഃഖത്തിൻ്റെ കാരണത്തെപ്പറ്റിയോ ഒന്നും ആ വ്യക്തികൾക്ക് അറിയുന്നില്ല. ഈ അവിദ്യ ഉള്ള കാരണം ആ വ്യക്തി തൃഷ്ണ അല്ലെങ്കിൽ അതിനോടുള്ള ആസക്തി ഉണ്ടാക്കുന്നു. അതുണ്ടാക്കുന്ന സമയത്ത് ഏതൊരു ഇന്ദ്രിയങ്ങളിൽ ഏതൊന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളതിനെ അഭിനന്ദിക്കാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ ആസ്വദിക്കാൻ തുടങ്ങുന്നു. അതുകൊണ്ടാണ് മിത്രമേ നമ്മൾക്ക് വീണ്ടും വീണ്ടും പുനർജന്മം ലഭിക്കുന്നത്. മിത്രമേ, ഭാവിയിൽ പുനർജന്മം ലഭിക്കാതിരിക്കാൻ അല്ലെങ്കിൽ പുനർഭവം ലഭിക്കാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മിത്രമേ, നമ്മളുടെ അവിദ്യ പരിപൂർണമായിട്ടും നഷ്ടമാകുന്ന സമയത്ത്, വിദ്യ ഉൽപ്പന്നമാകുന്ന സമയത്ത്, തൃഷ്ണ നിരോധമാകുന്ന സമയത്ത്, ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾക്ക് ഒരിക്കലും ഭാവിയിൽ പുനർജന്മം അല്ലെങ്കിൽ പുനർഭവം നമുക്ക് ലഭിക്കുന്നതല്ല. ഇനി അടുത്തതായിട്ട് ധ്യാനത്തെക്കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. മിത്രമേ, ഈ പ്രഥമ ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒന്നാമത്തെ ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതാവസോ ഭിക്ഷു വിവിച്ചേവ കാമേഹി വിവിച്ച അകുശലേഹി ധമ്മേഹി. മിത്രമേ, ഒരു ഭിക്ഷു കാമസുഖങ്ങൾ ഒഴിവാക്കിക്കൊണ്ട്, അതായത് 5 ഇന്ദ്രിയ സുഖങ്ങൾ ഒഴിവാക്കിക്കൊണ്ട്, വിവിച്ച അകുശലേഹി ധമ്മേഹി, രാഗദ്വേഷ മോഹം ഇല്ലാത്ത ധർമ്മങ്ങളെ പരിപൂർണമായിട്ടും ഉപേക്ഷിച്ചുകൊണ്ട്, സവിതക്കം സവിചാരം വിവേകജം പീതിസുഖം പഠമം ജ്ഞാനം ഉപസമ്പജ്ജ വിഹരതി. വിതർക്ക വിചാര പീതി സുഖങ്ങളോടുകൂടിയുള്ള ആ പ്രഥമ ധ്യാനം നേടി അതിൽ വിഹരിക്കുന്നു. വിതർക്കം വിചാരം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ആ ധ്യാന വസ്തു, അതേപോലെ തന്നെ പീതി എന്ന് പറയുന്ന സമയത്ത് മനസ്സിലെ ആനന്ദം, സുഖം എന്ന് പറയുന്നത് ശരീരത്തിലെ സുഖം. മിത്രമേ, ഇതിനെയാണ് ഒന്നാമത്തെ ധ്യാനം എന്ന് പറയുന്നത്. മിത്രമേ, ഒന്നാമത്തെ ധ്യാനത്തിൻ്റെ അംഗങ്ങൾ ഏതൊക്കെയാണ്? ധ്യാനാംഗങ്ങൾ ഏതൊക്കെയാണ്? സുഹൃത്തെ, ഒന്നാമത്തെ ധ്യാനത്തിന് 5 അംഗങ്ങളുണ്ട്. പ്രഥമ ധ്യാനം പൂർത്തിയാക്കുന്ന സമയത്ത് ഒരു ഭിക്ഷുവിന് വിതർക്കം, വിചാരം, പീതി, സുഖം, ചിത്തത്തിൻ്റെ ഏകാഗ്രത ഇവ ഉണ്ടാകും. ഇങ്ങനെയാണ് ഒന്നാമത്തെ ധ്യാനത്തിന് 5 അംഗങ്ങൾ ഉണ്ടാകുന്നത്. സുഹൃത്തെ, ഈ ഒന്നാമത്തെ ധ്യാനത്തിൽ എത്ര അംഗങ്ങളെയാണ് ഉപേക്ഷിച്ചിട്ടുള്ളത്? എത്ര അംഗങ്ങളാണ് ആ ഭിക്ഷുവിന് ഉള്ളത്? സുഹൃത്തെ, ഒന്നാമത്തെ ധ്യാനത്തിൽ ആ ഭിക്ഷു 5 അംഗങ്ങളെ ഉപേക്ഷിച്ചിട്ടുണ്ട്. 5 അംഗങ്ങളെ ആ ഭിക്ഷു തന്നിൽ വച്ചിട്ടുണ്ട്. ഒരു ഭിക്ഷു ഒന്നാമത്തെ ധ്യാനത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് കാമചന്തം, വ്യാപാദം, ധീരമിത്തം, ഉദ്ധച്ച കുക്കുച്ചം, വിചികിച്ഛ ഇവ ഇല്ലാതാകുന്നു. ഈ അംഗങ്ങൾ ഇല്ലാതാകുന്നു. അതായത് 5 നീവരണങ്ങൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാമചന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും കാര്യങ്ങളോടുള്ള ഇഷ്ടം, രാഗം. വ്യാപാദം എന്ന് പറയുമ്പോൾ ദ്വേഷം. ഉദ്ധച്ച കുക്കുച്ചം എന്ന് പറയുന്ന സമയത്ത് ഇരിക്കപ്പുറതി ഇല്ലായ്മ. ധീനമിത്തം എന്ന് പറയുന്ന സമയത്ത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആലസ്യം. വിചികിച്ഛ എന്ന് പറയുന്നത് സംശയം. ഈ 5 നീവരണങ്ങളും ഇല്ലാതായി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ധ്യാനത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ 5 നീവരണങ്ങളും ആദ്യത്തെ ധ്യാനത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നു. വിതക്ക്, വിചാര, പീതി, സുഖം, ചിത്തത്തിൻ്റെ ഏകാഗ്രത, ഈ 5 അംഗങ്ങളും ആ ധ്യാനാവസ്ഥയിൽ ആ ഭിക്ഷുവിനും ഉണ്ട്. ഇങ്ങനെയാണ് ഒന്നാമത്തെ ധ്യാനത്തിൽ 5 കാര്യങ്ങളെ ഉപേക്ഷിക്കുന്നത്, 5 കാര്യങ്ങളെ സ്വന്തമായിട്ട് വയ്ക്കുന്നത്. മിത്രമേ, ഈ 5 ഇന്ദ്രിയങ്ങൾക്ക് വെവ്വേറെ വിഷയങ്ങളുണ്ട്, വെവ്വേറെ ഭൂമികളുണ്ട്. ഈ 5 ഇന്ദ്രിയങ്ങൾക്കും മറ്റിന്ദ്രിയങ്ങളുടെ വിഷയങ്ങളെയോ ഭൂമിയെയോ അതിനെ അനുഭവിക്കാൻ സാധിക്കില്ല. ഈ 5 ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് ചക്വിന്ദ്രിയം, സോതീന്ദ്രിയം, ഘാണേന്ദ്രിയം, ജിവ്വേന്ദ്രിയം, കായേന്ദ്രിയം. ഇവിടെ പറയുന്നതിൻ്റെ കാര്യം എങ്ങനെയാണ്? നമ്മൾക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ട്. കണ്ണ്, മൂക്ക്, ചെവി, നാവ്, ശരീരം അല്ലെങ്കിൽ തൊലി. ഈ 5 ഇന്ദ്രിയങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള വിഷയങ്ങളുണ്ട്, അതിൻ്റേതായിട്ടുള്ള ഭൂമികളുണ്ട്. ഉദാഹരണത്തിന് കണ്ണിൻ്റെ വിഷയം എന്ന് പറയുന്നത് കാണലാണ്. അപ്പോൾ കണ്ണും രൂപവും തമ്മിൽ സ്പർശിക്കുന്ന സമയത്ത് അവിടെ ചക്ഷുവിജ്ഞാനം ഉണ്ടാകുന്നു. കാതിൻ്റെ വിഷയം എന്ന് പറയുന്നത് കേൾക്കലാണ്. അപ്പോൾ കാതും ശബ്ദവും തമ്മിൽ സ്പർശിക്കുന്ന സമയത്ത് ശ്രോതവിജ്ഞാനം ഉണ്ടാകുന്നു. ചക്ഷുവിജ്ഞാനത്തിന് ഒരു കാരണവശാലും ശ്രോതവിജ്ഞാനത്തെ അറിയാനുള്ള കഴിവില്ല. അതേപോലെ തന്നെ ശ്രോതവിജ്ഞാനത്തിന് ഒരിക്കലും ചക്ഷുവിജ്ഞാനത്തെ അറിയാനുള്ള കഴിവില്ല. അതായത് നമ്മുടെ 5 വിജ്ഞാനങ്ങൾക്കും ഒന്നിന് മറ്റൊന്നിനെ അറിയാൻ സാധിക്കില്ല.
പക്ഷേ നമ്മൾക്കൊരു ഭ്രാന്തി ഉണ്ടാവാറുണ്ട്, ഞാൻ തന്നെയാണ് കാണുന്നത്, ഞാൻ തന്നെയാണ് കേൾക്കുന്നത് എന്ന്. പക്ഷേ ഇതൊരു ഭ്രാന്തി മാത്രമാണ്. നമ്മൾ ഉള്ളിൽ പോയി നോക്കി കഴിഞ്ഞാൽ ഈ 5 വിജ്ഞാനങ്ങളും വെവ്വേറെയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൂടാതെ കണ്ണിനൊരിക്കലും കാതിൻ്റെ ജോലി ചെയ്യാൻ സാധിക്കില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഈ 5 ഇന്ദ്രിയങ്ങൾ അവയുടെ വിഷയങ്ങൾ വെവ്വേറെയാണ്, അവയുടെ ഭൂമി വെവ്വേറെയാണ്. അവ എന്തിനെയാണ് അറിയുന്നത്? അവരുടെ വിഷയങ്ങളും ഭൂമികളും എപ്രകാരമാണ് അവ അനുഭവിക്കുന്നത്? ഇതിന് ഉത്തരം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഈ 5 ഇന്ദ്രിയങ്ങൾക്കും തങ്ങളുടേതായിട്ടുള്ള വിഷയങ്ങൾ മാത്രമേ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു ഇന്ദ്രിയത്തിൻ്റെ വിഷയങ്ങൾക്ക് ഇത് അനുഭവിക്കാൻ സാധിക്കില്ല. ഈ 5 ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളും ഭൂമിയും മനസ്സിനെ ആശ്രയിച്ചിട്ടാണ് ഉള്ളത്. മനസ്സാണ് ഈ 5 ഇന്ദ്രിയങ്ങളുടെയും വിഷയങ്ങളെയും ഭൂമിയെയും അനുഭവിക്കുന്നത്. സുഹൃത്തെ, ഈ 5 ഇന്ദ്രിയങ്ങൾ എന്തിനെയാണ് ആശ്രയിച്ചിട്ട് ജീവിക്കുന്നത്? സുഹൃത്തെ, ഈ 5 ഇന്ദ്രിയങ്ങളും ആയുസ്സിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. സുഹൃത്തെ, ആയു എന്തിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്? മിത്രമേ, ആയു ഉഷ്ണത്തെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഉഷ്ണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ചൂടുണ്ട്, അതിനെയാണ് ഉഷ്ണം എന്ന് പറയുന്നത്. മിത്രമേ, ഈ ഉഷ്ണം എന്തിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്? സുഹൃത്തെ, ഈ ഉഷ്ണം ആയുവിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതായത് ആയുസ്സിനെ ആശ്രയിച്ചിട്ടാണ് ഈ ഉഷ്ണം ഇരിക്കുന്നത്. സുഹൃത്തെ, ഞാൻ താങ്കൾ പറഞ്ഞത് ഇങ്ങനെ മനസ്സിലാക്കുന്നു, ആയുസ് ഉഷ്ണത്തെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ താങ്കൾ ഇങ്ങനെയും പറഞ്ഞു, ഉഷ്ണം ആയുസ്സിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഈ 2 പ്രസ്താവനകളുടെയും അർത്ഥം നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? സുഹൃത്തെ, എങ്കിൽ ഞാൻ ഒരു ഉപമ പറയാം. ഒരു പക്ഷേ ഉപമയിലൂടെ വിജ്ഞാനിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണമായിട്ട് എണ്ണ കൊണ്ട് കത്തുന്ന ഒരു വിളക്ക് ഉണ്ട് എന്ന് നമ്മൾ കരുതുക. അതിൻ്റെ ജ്വാലയിൽ നിന്നാണ് പ്രകാശം ഉണ്ടാകുന്നത്. ആ പ്രകാശം ജ്വാലയെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. മിത്രമേ, ഇപ്രകാരം ആയുസ് ഉഷ്ണത്തെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്, ഉഷ്ണം ആയുസ്സിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഇത് കാണാറുള്ളതാണ്. മരിച്ച ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ശരീരത്തിൽ ഒട്ടും തന്നെ ചൂടുണ്ടാവില്ല, തണുത്തിരിക്കും. കാരണം ആ ഉഷ്ണം ഇല്ലാതായി. അതുകൊണ്ട് തന്നെയാണ് മരിക്കാൻ പോകുന്ന ഒരു വ്യക്തിക്ക് ഒട്ടും തന്നെ വിശപ്പില്ലാതാകുന്നത്. കാരണം ആഹാരത്തെ ദഹിപ്പിക്കാനുള്ള ഉഷ്ണം അവിടെയില്ല. അതുകൊണ്ടാണ് അവർക്ക് വിശപ്പില്ലാതിരിക്കുന്നതും ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്തതും. സുഹൃത്തെ, ഈ ആയുസംഹാരം എന്ന് പറയുന്നത് അനുഭവിക്കാവുന്ന ധർമ്മമാണോ അതോ അനുഭവിക്കാൻ പറ്റാത്ത ധർമ്മമാണോ ഈ ആയുസംഹാരം എന്ന് പറയുന്നത്? ആയുസംസ്കാരം എന്ന് പറയുമ്പോൾ പിറന്നു വീഴുന്ന ഒരു കുട്ടിക്ക് എത്ര ആയുസ്സുണ്ട് അതിനെയാണ് ആയുസംഹാരം എന്ന് പറയുക. അതായത് ആ കുട്ടി 80 വയസ്സ് വരെ ജീവിക്കും എങ്കിൽ ആ കുട്ടിക്ക് 80 വയസ്സ് വരെയുള്ള ആയുസംഹാരമുണ്ട് എന്ന് പറയാം. പരിനിബ്ബാണ സൂത്രത്തിൽ ഭഗവാൻ തൻ്റെ ആയുസംഹാരത്തെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്. അതായത് കൂടുതൽ എത്ര കാലം വേണമെങ്കിലും ജീവിക്കാനുള്ള ഒരു ശക്തി ഭഗവാനുണ്ട്. പക്ഷേ ആ ആയുസംഹാരത്തെ ഭഗവാൻ ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. ആയുസംഹാരത്തെ ഇംഗ്ലീഷിൽ സാധാരണയായിട്ട് പറയുന്നത് വൈറ്റൽ ഫോഴ്സ് എന്നാണ്. മിത്രമേ, ഈ ആയുസംഹാരം എന്ന് പറയുന്നത് അനുഭവിക്കാവുന്ന ധർമ്മമല്ല. അതായത് ആയുസംഹാരം എത്രയുണ്ടെന്ന് നമ്മൾക്ക് അനുഭവിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. ആയുസംഹാരം അനുഭവിക്കാൻ പറ്റാവുന്ന അതേ സംസ്കാരം ആണെങ്കിൽ, അല്ലെങ്കിൽ അതേ ധർമ്മമാണെങ്കിൽ, സന്യ വേദീത നിരോധ അവസ്ഥ പ്രാപിച്ച ഒരു ഭിക്ഷു അതിൽ നിന്ന് ഒരിക്കലും പുറത്തു വരില്ല. എന്താണ് ഈ സന്യ വേദീത നിരോധ? ഒരു ഭിക്ഷു ധ്യാനത്തിൽ മുന്നോട്ട് പോയി 8ാമത്തെ ധ്യാനം കഴിഞ്ഞതിന് ശേഷം ആ വ്യക്തി ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേരും. സന്യ വേദന രണ്ടും നിരുദ്ധമാകും. അതായത് ആ സമയത്ത് ആ ഭിക്ഷുവിന് തൻ്റെ ശരീരത്തിൽ ഒട്ടും തന്നെ സംവേദന അനുഭവപ്പെടില്ല. അതുകൂടാതെ സംഖ്യ എന്ന് പറയുന്ന അതും പരിപൂർണമായിട്ട് ഇല്ലാതാവും. അതായത് ഏകദേശം ഒരു മരിച്ച വ്യക്തിയോട് സമാനമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ആ ഭിക്ഷുക്കന് ഉണ്ടാകുക. ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരാനുള്ള കാരണം എന്താണ്? ആയുസംഹാരം അവിടെ ബാക്കിയുണ്ട്. അതുകൊണ്ടാണ് ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരുന്നത്. അവിടെ പക്ഷേ നമ്മൾ ഒന്നും തന്നെ അനുഭവിക്കുന്നില്ല. കാരണം ആയുസംഹാരത്തെ നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ ആയുസംഹാരം അവിടെ ഉള്ളതുകൊണ്ടാണ് പിന്നീട് നമ്മൾ പുറത്തു വരുന്നത്. ഈ അവസ്ഥ മുക്തിക്ക് തൊട്ടു മുൻപുള്ള ഒരു അവസ്ഥയാണ്. അതിനെയാണ് സന്യ വേദീത നിരോധ അവസ്ഥ എന്ന് പറയുന്നത്. മിത്രമേ, ഈ ആയുസംഹാരം എന്ന് പറയുന്നത്
വേദനയുള്ള ധർമ്മത്തിൽ നിന്ന് അല്ലെങ്കിൽ അനുഭവിക്കുന്ന ധർമ്മത്തിൽ നിന്ന് വ്യത്യസ്തമായതുകൊണ്ടാണ് ഒരു ഭിക്ഷു സന്യാ വേദീത നിരോധ അവസ്ഥയിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്നത്. സുഹൃത്തെ, ഈ ശരീരം മരിക്കുന്നതിന് മുൻപ്, നിർജീവമാകുന്നതിന് മുൻപ് ഈ ശരീരത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് നഷ്ടമാകുന്നത്? അതായത് ഏതെല്ലാം കാര്യങ്ങൾ ഇല്ലാതാകുന്ന സമയത്താണ് ഈ ശരീരം മരിക്കുന്നത്, നഷ്ടമാകുന്നത്? മിത്രമേ, 3 കാര്യങ്ങൾ നഷ്ടമാകുന്ന സമയത്താണ് ഈ ശരീരം മരിക്കുന്നത്, ഈ ശരീരം ഇല്ലാതാകുന്നത്. ആ 3 കാര്യങ്ങൾ ആയുഷ്, ഉഷ്ണം, അതേപോലെ തന്നെ വിജ്ഞാനം. ആയുസ്സും ഉഷ്ണവും വിജ്ഞാനവും ഇല്ലാതാകുന്ന സമയത്താണ് ഈ ശരീരം മരിക്കുന്നത്. മിത്രമേ, എന്താണ് മരിച്ച ഒരു വ്യക്തിയും അതുപോലെ തന്നെ സന്യാ വേദീത നിരോധ അവസ്ഥ നേടിയ ഒരു ഭിക്ഷുവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു ഭിക്ഷു ധ്യാനത്തിൽ സന്യാവേദീത നിരോധ അവസ്ഥ നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭിക്ഷുവിൻ്റെ ശരീരവും മരിച്ച ഒരു വ്യക്തിയുടെ ശരീരം പോലെ തന്നെ ആയിരിക്കും ഉണ്ടാകുക. കാരണം അവിടെ ശ്വാസമോ അല്ലെങ്കിൽ ബാക്കിയുള്ള ശരീരത്തിൻ്റെ പാരാമീറ്റേഴ്സ് ഒന്നും അവിടെ കാണില്ല. അതേപോലെ തന്നെ മരിച്ച ഒരു വ്യക്തിയും അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. സുഹൃത്തെ, ഒരു വ്യക്തി മരിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ കായസംസ്കാരം നിരോധമാകും, ഇല്ലാതാകും, അത് ശാന്തമാകും. വജീ സംസ്കാരം അല്ലെങ്കിൽ വാണിയുടെ സംസ്കാരവും നിരോധമാകും, അത് പ്രശാന്തമാകും. ചിത്തസംസ്കാരവും നിരോധമാകും, അത് പ്രശാന്തമാകും. ആയു പരിക്ഷീണമായി, ഊഷ്മാവ് ഇല്ലാതായി, ഇന്ദ്രിയങ്ങൾ വെവ്വേറെയായി, നഷ്ടമായി. എന്നാൽ ഒരു ഭിക്ഷു സംജ്ഞാ വേദയിത നിരോധ എന്ന അവസ്ഥയിലിരിക്കുന്ന സമയത്ത് അവരുടെയും കായസംസ്കാരങ്ങൾ നിരോധമായി, പ്രശാന്തമായി, അവരുടെയും വാണീ സംസ്കാരങ്ങൾ നിരോധമായി, പ്രശാന്തമായി, അവരുടെയും ചിത്തസംസ്കാരങ്ങൾ നിരോധമായി, പ്രശാന്തമായി. എന്നാൽ അവരുടെ ആയു പരിക്ഷീണമായിട്ടില്ല, ഊഷ്മാവ് ശാന്തമായിട്ടില്ല, ഇന്ദ്രിയങ്ങൾ വളരെ പ്രസന്നമാണ് അല്ലെങ്കിൽ വളരെ വ്യക്തമാണ്. ഇതാണ് മരിച്ച ഒരു വ്യക്തിയും സന്യാവേദീത നിരോധമായിട്ടുള്ള അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു ഭിക്ഷുവും തമ്മിലുള്ള വ്യത്യാസം. ഈ കാര്യങ്ങൾ കുറച്ചുകൂടി വിശദമാക്കി തരാം. അതായത് കായസംഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഉള്ളിലേക്കും പുറത്തേക്കും വരുന്ന ശ്വാസം, അതിനെയാണ് കായസംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ മരിച്ച ഒരു വ്യക്തിയിലും അതേപോലെ തന്നെ ഈ സംഖ്യാവേദന നിരോധ അവസ്ഥയിലെത്തിയ ഒരു വ്യക്തിയുടെയും രണ്ടുപേർക്കും ശ്വാസം ഒട്ടും തന്നെ ഉണ്ടാകില്ല. അടുത്തതായിട്ട് വജീ സംസ്കാരം എന്ന് പറയുന്ന സമയത്ത് വിതർക്ക വിചാരങ്ങൾ, അതും ഉണ്ടാകില്ല. ചിത്തസംഹാരം എന്ന് പറയുന്നത് സംജ്ഞാവേദന, ഇതും രണ്ടുപേർക്കും ഉണ്ടാവില്ല. ഇനി നേരത്തെ പറഞ്ഞ 2 തരം വിമുക്തി അല്ലെങ്കിൽ നിർവ്വാണത്തിൻ്റെ അവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഞ്ഞാവിമുക്തി, ചേതോ വിമുക്തി. ഭഗവാൻ 2 തരത്തിലും വിമുക്തനാണ് എന്നും പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ തരത്തിലുള്ള നിർവ്വാണത്തിൻ്റെ അവസ്ഥകൾ മാത്രമല്ല, മറ്റ് പലതരത്തിലുള്ള വിമുക്തി അല്ലെങ്കിൽ നിർവ്വാണത്തിൻ്റെ അവസ്ഥകളും ഉണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ഇനി താഴെ പറയാൻ പോകുന്നത്. മിത്ര, അതുഖ മസുഖ ചേതോ വിമുക്തി, അത് നേടുന്നതിനുള്ള പ്രത്യയങ്ങൾ അല്ലെങ്കിൽ കാരണങ്ങൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതുഖ മസുഖ ചേതോ വിമുക്തി നമ്മൾ നേടുന്നത്? ഇതിൻ്റെ ഇംഗ്ലീഷ് ന്യൂട്രൽ റിലീസ് ഓഫ് ദ ഹേർട്ട് എന്നാണ്. ഇത് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒട്ടും തന്നെ മനസ്സിലാവില്ല. അതാണ് പറഞ്ഞത്, വീണ്ടും വീണ്ടും പറയുന്നത്. പാലിയിൽ നമ്മൾ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുകയുള്ളൂ. മിത്ര, 4 കാര്യങ്ങൾ ഈ അതുഖ മസുഖ ചേതോ വിമുക്തിക്ക് അത്യാവശ്യമാണ്. അതുഖ മസുഖം എന്ന് പറയുമ്പോൾ ന്യൂട്രലായിട്ടുള്ള സംവേദന, അത് നേടുന്നതിന് 4 കാര്യങ്ങൾ ആവശ്യമാണ് എന്നാണ് പറയുന്നത്. ഇതാവസോ ബിക്കു സുഖസ്സ ച പഹാണ് ദുഃഖസ്സ ച പഹാണ്. മിത്രമേ, ഒരു ഭിക്ഷു സുഖത്തിനെ ഇല്ലാതാക്കിക്കൊണ്ട് ദുഃഖത്തെ ഇല്ലാതാക്കിക്കൊണ്ട് പുബ്ബേവ ദോമനസ ദോമനസാനം അട്ടംഗമ, മുൻപുണ്ടായിരുന്ന സോമനസം ദൗർമനസം ഇത് രണ്ടിനെയും ഇല്ലാതാക്കിക്കൊണ്ട് അതുഖമസുഖം ഉപേക്ഷ സതി പാരിശുദ്ധം, അതായത് സുഖമോ ദുഃഖമോ അല്ലാത്ത ഉപേക്ഷയും അതേപോലെ തന്നെ സതിയും ഉള്ള പരിശുദ്ധമായിട്ടുള്ള ചതുർത്ഥം ധ്യാനം ഉപസമ്പജ്ജ വിഹരതി, 4ാമത്തെ ധ്യാനം അതിൽ എത്തിച്ചേരുന്നു. ഈ 4 പ്രത്യയങ്ങളാണ് അതുഖമസുഖ ചേതോ വിമുക്തിക്ക് കാരണമായിട്ടുള്ളത്. ഇവിടെ വീണ്ടും ധ്യാനത്തിൻ്റെ ഗുണങ്ങളെയൊക്കെ പറ്റിയാണ് ആയുഷ്മാൻ സാരിപുത്രൻ പറയുന്നത്. അതായത് നമ്മൾ 1, 2, 3
അങ്ങനെ 4-മത്തെ ധ്യാനത്തിലെത്തി. എത്തിക്കഴിയുന്ന സമയത്ത് അവിടെ വളരെ ശാന്തമായിട്ടുള്ളൊരവസ്ഥയാണ്. കാരണം അവിടെ പ്രീതിയോ അല്ലെങ്കിൽ സുഖമോ ഉണ്ടാകില്ല. അവിടെ ന്യൂട്രലായിട്ടുള്ള ഒരു സെൻസേഷനാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അതിനെ അസുഖ ചേതോ വിമുക്തി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ചേതോ വിമുക്തി എന്ന് പറയുന്നത്? നമ്മൾ ധ്യാനങ്ങളിലൂടെ മുന്നേറുന്ന സമയത്ത് നമ്മൾ ആദ്യം തുടക്കത്തിൽ ഒരു ക്ഷണം മാത്രമായിരിക്കും നമ്മുടെ മനസ്സ് നിശ്ചലമായിരിക്കുക. അതിൽ യാതൊരുവിധ ചിന്തകളും ഉണ്ടാവില്ല. പിന്നീട് അത് കൂടി 1 മിനിറ്റ് വരെയാകും, പിന്നെ 10 മിനിറ്റ് വരെയാകും, പിന്നെ അരമണിക്കൂർ വരെ, പിന്നെ 1 മണിക്കൂർ വരെ, പിന്നെ 2 മണിക്കൂർ വരെ. ആ 2 മണിക്കൂറും നമ്മുടെ മനസ്സിൽ ഒട്ടും തന്നെ ചിന്തകളില്ലാത്ത അവസ്ഥ. ഈ ഒരു അവസ്ഥ നമ്മൾക്ക് ധ്യാനങ്ങളിലൂടെ കൈവരും. അതിനെ തന്നെയാണ് നമ്മൾ ചേതോ വിമുക്തി എന്ന് പറയുന്നത്. കാരണം ആ ചേതസ് അല്ലെങ്കിൽ മനസ്സ് സംസ്കാരങ്ങളിൽ നിന്ന് വിമുക്തമാകുന്ന അവസ്ഥ. അപ്പോൾ അവിടെ ചിന്തകളോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ അവിടെ വരുന്നതല്ല. മൗനമായിരിക്കുന്ന അവസ്ഥ. അത് സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മളുടെ അവിദ്യ പരിപൂർണമായിട്ട് നഷ്ടമായി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത യാതൊരുവിധ ചിന്തകളും തന്നെ ഉണ്ടാകുന്നതല്ല. ധ്യാനത്തിൽ എത്തണമെങ്കിൽ തന്നെ 5 നിവാരണങ്ങളെ ഇല്ലാതാക്കണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ധ്യാനത്തിൽ തന്നെ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ധ്യാനം നിങ്ങൾക്ക് പഠിക്കണം എന്ന ആഗ്രഹമുണ്ട്, മൈത്രി നിങ്ങൾക്ക് പഠിക്കണം എന്ന ആഗ്രഹമുണ്ട്, ബ്രഹ്മവിഹാരങ്ങൾ നിങ്ങൾ പഠിക്കണം എന്ന ആഗ്രഹമുണ്ട് എങ്കിൽ ഇവയെല്ലാം മുക്തിക്ക് കാരണമാണ്. ഇവ നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ ധമ്മസുഖ ഏഷ്യ എന്ന വെബ്സൈറ്റിൽ പോയി നോക്കുക. അവിടെ ബന്ദേ വിമലാരംസി പഠിപ്പിക്കുന്ന ധ്യാനങ്ങളും മൈത്രിയും അത് പഠിപ്പിക്കുന്ന ശിബിരങ്ങൾ നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. സുഹൃത്തെ, എങ്ങനെയാണ് അനിമിത്തായ ചേതോ വിമുക്തി ഉണ്ടാകുന്നത്? സൈൻലെസ് റിലീസ് ഓഫ് ദ ഹാർട്ട്, അതിനെയാണ് അനിമിത്തായ ചേതോ വിമുക്തി എന്ന് പറയുന്നത്. പാലി പഠിക്കുന്ന സമയത്ത് നമ്മൾക്ക് അതിൻ്റെ അർത്ഥം വളരെ വ്യക്തമാണ്. പക്ഷേ ഇംഗ്ലീഷ് പറയുന്ന സമയത്ത് നമ്മൾക്ക് ഒട്ടും തന്നെ വ്യക്തമല്ല. സൈൻലെസ് റിലീസ് ഓഫ് ദ ഹാർട്ട്. മിത്രമേ, അനിമിത്തായ ചേതോ വിമുക്തിക്ക് വേണ്ടി 2 കാര്യങ്ങൾ വേണ്ടതുണ്ട്. സബ്ബ നിമിത്തഞ്ച അമനസീകാരോ അനിമിത്തായ ച ധാതൂയ മനസീകാരോ. അതായത് സർവ്വനിമിത്തങ്ങളെയും നമ്മൾ ശ്രദ്ധിക്കരുത്. അതേപോലെ തന്നെ അനിമിത്ത ധാതുവിനെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, നിബ്ബാണം എന്ന് പറയുന്ന അവസ്ഥ അതും ഒരു ധാതുവാണ്. അതേപോലെ തന്നെ ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയുണ്ട്, അതും ഒരു ധാതുവാണ്. അതേപോലെ തന്നെ പഞ്ചഭൂതങ്ങളും ധാതുക്കളാണ്. ഇങ്ങനെ ധാതുക്കൾ എന്ന് പറയുന്നത് തന്നെ അനവധിയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് സബ്ബ നിമിത്തഞ്ച അമനസീകാര, അതായത് നിമിത്തങ്ങളെ ഒന്നും തന്നെ നമ്മൾ ശ്രദ്ധിക്കരുത്. അതായത് ഈ അവസ്ഥയിലിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ചിന്തകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വൈബ്രേഷൻ വരികയാണെങ്കിൽ നമ്മൾ അതിനെ ശ്രദ്ധിക്കാൻ പോകരുത്. അതില്ലാത്ത അവസ്ഥയെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ 2 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അനിമിത്തായ ചേതോ വിമുക്തി ഉണ്ടാകുകയുള്ളൂ, ലഭിക്കുകയുള്ളൂ. സുഹൃത്തെ, ഈ അനിമിത്തായ ചേതോ വിമുക്തിയിൽ തുടരുന്നതിന് നമ്മൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ട്? അതായത് നമ്മൾ ഈ അവസ്ഥ നേടി, ഈ അവസ്ഥ നമ്മൾക്ക് ഇഷ്ടമുള്ള സമയത്തേക്ക് നമ്മൾക്ക് ദീർഘിപ്പിക്കണം എന്ന് നമ്മൾക്ക് വിചാരമുണ്ട് എങ്കിൽ അതിന് എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത്? അങ്ങനെ ആ അവസ്ഥയിൽ അനിമിത്തായ ചേതോ വിമുക്തിയിൽ നമ്മൾക്ക് ഇരിക്കാൻ വേണ്ടി നമ്മൾക്ക് 3 കാര്യങ്ങൾ ആവശ്യമുണ്ട്. സബ്ബ നിമിത്തഞ്ച അമനസീകാര, നിമിത്തങ്ങളെ നമ്മൾ ശ്രദ്ധിക്കരുത്. അനിമിത്തായ ച ധാതൂയ മനസീകാര, അനിമിത്ത ധാതുവിനെ നമ്മൾ ശ്രദ്ധിക്കണം. പുബ്ബേജ അഭിസംഖാരോ, പൂർവ്വനിശ്ചയം. ഈ പൂർവ്വനിശ്ചയത്തെപ്പറ്റി നമ്മൾ അല്പം അറിയേണ്ടതുണ്ട്. അതായത് അനാഗാമി അല്ലെങ്കിൽ അർഹന്തൻ ഇങ്ങനെ ഉള്ള ആര്യന്മാർക്ക് ഒരു കഴിവുണ്ട്. അവർ ആഗ്രഹിക്കുന്ന സമയത്തിടത്തോളം അവർക്ക് ഈ അവസ്ഥയിൽ അവർക്ക് ഇരിക്കാൻ സാധിക്കും. അതായത് സഞ്ജ്ഞാവേദീത നിരോധ എന്ന അവസ്ഥയിൽ അവർക്ക് താല്പര്യമുള്ള അത്രയും സമയം അവർക്ക് ഇരിക്കാൻ സാധിക്കും. അതായത് ഏറ്റവും കൂടുതൽ 7 ദിവസം വരെ അങ്ങനെ ഇരിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അവരുടെ ശരീരത്തിൽ ജീവൻ്റെ യാതൊരുവിധ ലക്ഷണവും ഉണ്ടാകില്ല. പക്ഷേ അവർ ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ ആ അവസ്ഥയിലാണ്, എല്ലാം നിരോധമായിട്ടുള്ള അവസ്ഥയിലാണ് ഉള്ളത്. ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ ഈ അവസ്ഥയിൽ ഇരിക്കാറുണ്ട്. ഇതിന് നമ്മൾ ചില അഭ്യാസങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതായത് ഒരു അനാഗാമി അല്ലെങ്കിൽ അർഹന്തൻ ഇങ്ങനെ തീരുമാനിക്കുന്നു, അടുത്ത 1 മണിക്കൂർ 10 മിനിറ്റ് ഞാൻ ഈ അവസ്ഥയിലിരിക്കും, അതിനുശേഷം ഞാൻ ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരും എന്ന് സങ്കല്പിച്ചിട്ടാണ് അവർ ഈ അവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പോൾ കറക്റ്റ് 1 മണിക്കൂർ 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഭിക്ഷു ബോധലോകത്തേക്ക് വരുന്നതാണ്. അതിനെയാണ് ഈ പൂർവ്വ നിശ്ചയം എന്ന് പറയുന്നത്.
ഇതിനെ നമ്മൾക്ക് വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, ഒരുപാട് സമയം പരിശീലിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം പറഞ്ഞുതരാം. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെയൊരു സങ്കല്പം എടുക്കുക. നാളെ രാവിലെ 4 മണി കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ എഴുന്നേൽക്കും എന്ന് സങ്കല്പം ചെയ്ത് നിങ്ങൾ ഉറങ്ങാൻ കിടക്കുക. ഇങ്ങനെ എല്ലാ ദിവസവും നമ്മൾ ചെയ്യണം. അപ്പോൾ അടുത്ത ദിവസം ആ സമയത്തിൻ്റെ അടുത്തായിട്ട് നിങ്ങൾ ഉണരുന്നതായിട്ട് കാണും. ഒരുപക്ഷെ ആ കറക്റ്റ് സമയത്തായിരിക്കില്ല, പക്ഷേ അതിൻ്റെ അടുത്തായിട്ട് നിങ്ങൾ ഉണരുന്നത് കാണും. അടുത്ത ദിവസം അതേ സമയം വയ്ക്കരുത്, അടുത്ത സമയം വേറെ വല്ല സമയം വയ്ക്കണം. ഞാൻ 3:50 ഉണരുന്നതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ കിടക്കുക. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ സമയം മാറ്റിക്കൊണ്ടിരിക്കണം. എന്നിട്ട് അതേ സമയത്ത് നിങ്ങളുടെ ഉറക്കം തെളിയുന്നുണ്ടോ എന്ന് നോക്കുക. ഇത് നിങ്ങളുടെ ഒരു ട്രെയിനിങ് ആണ്. അതായത് ഉള്ളിലെ ബയോ ക്ലോക്ക് നിങ്ങൾ അതിനെ ആക്ടിവേറ്റ് ചെയ്യുകയാണ്. ഇത് പിന്നീട് അനാഗാമി അർഹന്തനായി കഴിഞ്ഞാൽ ഉപകാരപ്പെടും. അതായത് പൂർവ്വ നിശ്ചയം, ഇത്ര സമയം നമ്മൾ നിശ്ചയിക്കും, ഞാൻ 2 ദിവസം 2 മണിക്കൂർ ഞാൻ ഈ നിരോധ സമാപത്തിയിലിരിക്കും എന്ന് പറയുകയാണെങ്കിൽ 2 ദിവസം 2 മണിക്കൂർ അത്രയും സമയം വരെ നമ്മൾ ആ അവസ്ഥയിലിരിക്കും. അതിനുശേഷം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബോധം തെളിയും. മിത്രമേ, ഈ 3 കാര്യങ്ങൾ നമ്മൾക്ക് അനിമിത്തായ ചേതോ വിമുക്തിയിൽ തുടരാൻ ആവശ്യമുണ്ട്. സുഹൃത്തെ, ആ അനിമിത്തായ ചേതോ വിമുക്തിയിൽ നിന്ന് പുറത്തു വരുവാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ട്? സുഹൃത്തെ, അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി നമ്മൾക്ക് 2 കാര്യങ്ങൾ ആവശ്യമുണ്ട്. സബ്ബ നിമിത്തഞ്ച മനസീകാര, എല്ലാ നിമിത്തങ്ങളെയും നമ്മൾ ശ്രദ്ധിക്കുന്നു. അനിമിത്തായ ച ധാതൂയ അമനസീകാര, ആ അനിമിത്തം എന്ന ധാതുവിനെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അതായത് പുറത്തു വരുന്നതിന് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വൈബ്രേഷൻ, ആ വൈബ്രേഷനെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുക. അപ്പോൾ നമ്മൾ നിമിത്തത്തിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പുറത്തു വരും. അതുകൂടാതെ അനിമിത്തം എന്ന ആ ധാതുവിനെ ശ്രദ്ധിക്കാതിരിക്കുക, അതായത് ഒന്നുമില്ലാത്ത അവസ്ഥയെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് പുറത്തു വരും. ഇതെല്ലാം വളരെ ഉയർന്ന ഉപലബ്ധി നേടിയിട്ടുള്ള സാധകർക്കുള്ള കാര്യമാണ്. പക്ഷേ സാധാരണ ഒരു വ്യക്തിയും ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം ഈ അവസ്ഥകളെല്ലാം ഉണ്ട്, അത് സത്യമാണ് എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇതെല്ലാം പറയുന്നത്. ഈ 2 കാര്യങ്ങൾ ആ അനിമിത്തായ ചേതോ വിമുക്തിയിൽ നിന്ന് പുറത്തു വരാൻ ആവശ്യമുണ്ട്. സുഹൃത്തെ, ഈ അപ്പമാണ ചേതോ വിമുക്തി, അകിഞ്ചന്യ ചേതോ വിമുക്തി, ശൂന്യത ചേതോ വിമുക്തി, അനിമിത്ത ചേതോ വിമുക്തി, ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും അർത്ഥവും അതേപോലെ തന്നെ പേരുകളും വെവ്വേറെയാണോ? അല്ലെങ്കിൽ ഇവയുടെ അർത്ഥം ഒന്നാണ്, പേരുകൾ മാത്രം വെവ്വേറെയാണോ? ഇത് 4 തരത്തിലുള്ള മുക്തികളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ 4 മുക്തികളും വെവ്വേറെയാണോ? അതായത് മുക്തി ഒന്നാണ്, പേര് വെവ്വേറെയാണോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ആയുഷ്മാൻ സാരിപുത്തൻ ഇങ്ങനെ പറഞ്ഞു, മിത്രമേ, ഈ 4 കാര്യങ്ങളും അർത്ഥത്തിലും അതേപോലെ തന്നെ പേരിലും വെവ്വേറെയാണ്. എന്നാൽ മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവയ്ക്കെല്ലാം അർത്ഥം ഒന്ന് തന്നെയാണ്, പക്ഷേ പേരുകൾ മാത്രമേ വെവ്വേറെ ആയിട്ടുള്ളൂ. മിത്രമേ, ഈ 4 വിമുക്തികളുടെയും എന്തുകൊണ്ടാണ് പേരും അർത്ഥവും വെവ്വേറെയായിരിക്കുന്നത്? ഒരു ഭിക്ഷു മെത്തയുള്ള ചിത്തത്താൽ ഒരു ദിശയിൽ മൈത്രി പ്രസരിപ്പിച്ചുകൊണ്ട് വിഹരിക്കുന്നു, രണ്ടാമത്തെ ദിശയിൽ, മൂന്നാമത്തെ ദിശയിൽ, നാലാമത്തെ ദിശയിൽ മൈത്രി പ്രസരിപ്പിച്ചുകൊണ്ട് വിഹരിക്കുന്നു, മുകളിലും താഴെയും മൈത്രി പ്രസരിപ്പിച്ചുകൊണ്ട് വിഹരിക്കുന്നു. അതേപോലെ തന്നെ എല്ലായിടത്തും, ലോകത്തിൽ എല്ലായിടത്തും ഒരേപോലെ തന്നെ മൈത്രി പ്രസരിപ്പിച്ചുകൊണ്ട് വിഹരിക്കുന്നു. അത് മഹഗതമാണ്, എല്ലായിടത്തും പരക്കുന്നതാണ്, അതിരില്ലാത്തതാണ്, അതിൽ ദ്വേഷമോ വൈരമോ ഇല്ല. ഇവിടെ പറയാൻ പോകുന്നത് ബ്രഹ്മവിഹാരത്തെ പറ്റിയാണ്. ബ്രഹ്മവിഹാരത്തിൽ അല്ലെങ്കിൽ മൈത്രിയിലൂടെ നമ്മൾക്ക് തീർച്ചയായിട്ടും നമ്മൾക്ക് വിമുക്തി ലഭിക്കുന്നതാണ്. ബ്രഹ്മവിഹാരം എന്ന് പറയുന്നത് 4 കാര്യങ്ങളാണ്: മൈത്രി, കരുണ, മുദിത, ഉപേക്ഷ. ഇത് പരിശീലിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം 4 ദിശകളിലേക്കും ആദ്യം മൈത്രി പ്രസരിപ്പിക്കുന്നു. അതായത് വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, 4 ദിശകൾ, പിന്നെ മുകളിലും താഴെയും, പിന്നെ എല്ലായിടത്തും ഒരുമിച്ച് നമ്മൾ ഈ 4 കാര്യങ്ങളെയും നമ്മൾ പ്രസരിപ്പിക്കുന്നു. അതിനെയാണ് ബ്രഹ്മവിഹാരം എന്ന് പറയുന്നത്. ബന്ദേ വിമലാരംസി ഈ ധ്യാനത്തെ പഠിപ്പിക്കുന്നുണ്ട്. ധമ്മസുഖ ഏഷ്യ എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ TWIM ട്വിം മലയാളം എന്ന യൂട്യൂബ് ചാനലുണ്ട്, അതിലും നിങ്ങൾക്ക് അതിൻ്റെ മലയാളം ലഭ്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കരുണ ഉള്ള ചിത്തത്താൽ അവർ വിഹരിക്കുന്നു.
മുദിതിയുള്ള ചിത്തത്താൽ അവർ വിഹരിക്കുന്നു. അതേപോലെ തന്നെ ഉപേക്ഷയുള്ള ചിത്തത്താൽ അവർ ഇങ്ങനെ വിഹരിക്കുന്നു. ആദ്യം 4 ദിശകളിലേക്കും പിന്നെ മുകളിലേക്കും താഴത്തേക്കും പിന്നെ എല്ലായിടത്തും ഒരുമിച്ച് മഹത്തായ എല്ലായിടത്തും പരക്കുന്ന അതിരുകളില്ലാത്ത ദ്വേഷമില്ലാത്ത ആ ചിത്തത്താൽ അവർ വിഹരിക്കുന്നു. ഇതിനെയാണ് അപ്പമാണ ചേതോ വിമുക്തി എന്ന് പറയുന്നത്. മിത്രമേ, ഇനി അകിഞ്ചന ചേതോ വിമുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതാവസോ ഭിക്കു സബ്ബസോ വിജ്ഞാനഞ്ചായതനം സമതിക്കമ നത്തി കിഞ്ചീതി അകിഞ്ചനായതനം ഉപസമ്പജ്ജ വിഹരതി. അതായത് ഒരു ഭിക്ഷു 6ാമത്തെ ധ്യാനം കഴിഞ്ഞതിന് ശേഷം നത്തി കിഞ്ചി, അതായത് ഒന്നുമില്ല എന്ന് പറയുന്ന അകിഞ്ചന്യായതനം എന്ന ആ 7ാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. ഇതിനെയാണ് അകിഞ്ചന ചേതോ വിമുക്തി എന്ന് പറയുന്നത്. അതായത് ഈ സമയത്ത് ആ വ്യക്തിയുടെ മനസ്സിൽ യാതൊരുവിധ ചിന്തകളും ഉണരുന്നതല്ല, ടോട്ടലായിട്ട് ഒന്നുമില്ലാത്ത ഒരു അവസ്ഥ പോലെയാണ് ആ ഭിക്ഷുവിന് തോന്നുന്നത്. അതായത് ഈ സമയത്ത് അതൊരു ഉറക്കമല്ല, വളരെയധികം ജാഗ്രതയുള്ള അവസ്ഥയാണ്. മൈക്രോ സെക്കൻഡ് അടക്കം ഒരു ഭിക്ഷുവിന് അറിയാൻ സാധിക്കും, അത്രയധികം ജാഗ്രതയുള്ളതാണ്. അവിടെ 5 നീവരണങ്ങളും ഉണ്ടാകില്ല, ചിന്തകളും ഉണ്ടാകില്ല. മനസ്സ് വളരെ സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥയിലാണത് ഉണ്ടാകുക. മിത്രമേ, ശൂന്യത ചേതോ വിമുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സുഹൃത്തെ, ഒരു ഭിക്ഷു ഏതെങ്കിലും ആരണ്യത്തിൽ പോയി, അല്ലെങ്കിൽ കാട്ടിൽ പോയി, വൃക്ഷത്തിൻ്റെ മൂലത്തിൽ പോയി, അല്ലെങ്കിൽ ആരുമില്ലാത്ത ഒരു വാസസ്ഥലത്ത് പോയി, എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ ധ്യാനിക്കുന്നു: ശൂന്യമിതം അത്തേന വാ അത്തനിയേന വാതി. എൻ്റെ ഉള്ളിൽ ഞാൻ എന്ന് പറയുന്നത് ഇല്ല, എനിക്ക് എന്ന് പറയാവുന്നതും ഇല്ല. അതായത് തൻ്റെ ഉള്ളിൽ കാണുന്നതെല്ലാം തന്നെ ശൂന്യമാണ്, ഒന്നും ഞാനല്ല, എൻ്റേതല്ല എന്ന് പറഞ്ഞ് ആ വ്യക്തി എല്ലാറ്റിനെയും ഉപേക്ഷിക്കുന്നു, ഒന്നിനെയും പിടിക്കുന്നില്ല. അപ്പോഴാണ് ഈ ശൂന്യത ചേതോ വിമുക്തി എന്ന് പറയുന്ന അവസ്ഥ വരുന്നത്. അതായത് ഞാൻ എന്ന് പറയാനുള്ള ഒന്നും തന്നെയില്ല, വേദന എൻ്റെയല്ല, സംഖ്യ എൻ്റെയല്ല, വിജ്ഞാനം എൻ്റെയല്ല, സംസ്കാരം എൻ്റെയല്ല. ഈ രീതിയിൽ ആ ഭിക്ഷു എല്ലാറ്റിനെയും ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ അവസ്ഥ ലഭിക്കുന്നത്. ഇതിനെയാണ് ശൂന്യത ചേതോ വിമുക്തി എന്ന് പറയുന്നത്. സുഹൃത്തെ, അനിമിത്ത ചേതോ വിമുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതാവസോ ഭിക്കു സബ്ബ നിമിത്തം അമനസീകാര അനിമിത്തം ചേതോ സമാധിം ഉപസമ്പജ്ജ വിഹരതി. അതായത് ഒരു ഭിക്ഷു എല്ലാ നിമിത്തങ്ങളെയും ശ്രദ്ധിക്കാതെ നിമിത്തങ്ങൾ ഒന്നുമില്ലാത്ത ആ ചേതോ സമാധിയിൽ ലയിക്കുന്ന സമയത്താണ് അനിമിത്ത ചേതോ വിമുക്തി എന്ന് പറയുന്നത്. ഈ രീതിയിലാണ് ഇവ അർത്ഥത്തിലും അതേപോലെ തന്നെ പേരിലും വിഭിന്നമായിട്ട് അറിയപ്പെടുന്നത്. ഇത്രമേ, ഇനി മറ്റൊരു വിധത്തിൽ ഇവയ്ക്ക് എല്ലാം അർത്ഥം ഒന്നു തന്നെയാണ്, പേര് പലതരത്തിലാണ്. രാഗോ ഖോ ആവസോ പമാണകരണോ, ദോസോ പമാണകരണോ, മോഹോ പമാണകരണോ. രാഗം എന്നുള്ളത് ഒരു അളവുകോലാണ്, അല്ലെങ്കിൽ പ്രമാണമുള്ളതാണ്, അല്ലെങ്കിൽ ഒരു അളവുള്ളതാണ്. ദ്വേഷം അതേപോലെ തന്നെ മോഹം, ഇതും അളവുള്ളതാണ്. അതായത് ഇതെല്ലാം അതിരുകളുള്ളതാണ് എന്നാണ് പറയുന്നത്. ആസവങ്ങൾ ക്ഷയിച്ച ഒരു ഭിക്ഷു ഇവയെ ഉപേക്ഷിച്ചിരിക്കുകയാണ്, ഇവയെ ഇല്ലാതാക്കിയിരിക്കുകയാണ്, മൂലച്ഛേദം വരുത്തിയിരിക്കുകയാണ്. തലമുറിച്ച ഒരു പനവൃക്ഷത്തെ പോലെ ആയിരിക്കുകയാണ്, അതിനെ പരിപൂർണമായിട്ടും നശിപ്പിച്ചിരിക്കുകയാണ്. അതിനാൽ ഭാവിയിൽ അവ ഒരിക്കലും ഉണ്ടാകുന്നില്ല. അതിനാൽ ചേതോ വിമുക്തിയിൽ അപ്പമാണ് ചേതോ വിമുക്തി എന്ന് പറയുന്നത്. ആ കുപ്പ അതായത് ഇളകാത്തതാണ്. അതായത് ഒരിക്കൽ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് ഒരിക്കലും ഇല്ലാതാകുന്നതല്ല. ആ ചേതോ വിമുക്തിയിൽ രാഗമില്ല, ദ്വേഷമില്ല, മോഹമില്ല. രാഗം, ദ്വേഷം, മോഹം ഇവ എന്തെല്ലാമോ ആണ്. ആസവങ്ങളെ ക്ഷയിപ്പിച്ചിട്ടുള്ള ഒരു ഭിക്കു ഇവയെ ഉപേക്ഷിച്ചിട്ടുണ്ട്, അവയെ മൂലച്ഛേദം വരുത്തിയിട്ടുണ്ട്, തലയില്ലാത്ത ഒരു പനമരം പോലെ ആക്കിയിട്ടുണ്ട്, അവയെ പരിപൂർണമായിട്ടും നഷ്ടമാക്കിയിട്ടുണ്ട്. അതിനാൽ അവ ഒരിക്കലും ഭാവിയിൽ ഉണ്ടാകുകയില്ല. മിത്രങ്ങളെ, അകിഞ്ചന ചേതോ വിമുക്തി എന്ന് പറയുന്നത് അകുപ്പോ, അതായത് ഇളകാത്തതാണ്. ഈ വിമുക്തിയിൽ രാഗമില്ല, ദ്വേഷമില്ല, മോഹമില്ല. ഇവിടെ രാഗമാണ്, ദ്വേഷമാണ്, മോഹമാണ് നിമിത്തമായിട്ട് ഉള്ളത്. ക്ഷീണാസവനായിട്ടുള്ള ഒരു വ്യക്തി ഈ കാര്യങ്ങളെ നഷ്ടമാക്കിയിട്ടുണ്ട്, ഇല്ലാതാക്കിയിട്ടുണ്ട്, മൂലച്ഛേദം വരുത്തിയിട്ടുണ്ട്,
തലമുറിച്ച ഒരു പനമരം പോലെ ആക്കിയിട്ടുണ്ട്. അതിനെ പരിപൂർണമായിട്ടും നശിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ ഭാവിയിൽ ഒരിക്കലും ഇവ ഉണ്ടാകുകയില്ല. അനിമിത്ത ചേതോ വിമുക്തി അകുപ്പ, അതായത് അത് ഇളകാത്തതാണ്. ഈ ചേതോ വിമുക്തിയിൽ രാഗമില്ല, ദ്വേഷമില്ല, മോഹമില്ല, അത് ശൂന്യമാണ്. അതിനാൽ മിത്രമേ, ഈ എല്ലാ ചേത വിമുക്തിക്കും ഒരേ അർത്ഥമാണ്, പക്ഷേ പേരുകൾ മാത്രം പലതാണ്. അതായത് ഈ 4 തരത്തിലുള്ള ചേതോ വിമുക്തിയിലും രാഗദ്വേഷം മോഹം ഇല്ല, പക്ഷേ പേരുകൾ മാത്രം വ്യത്യസ്തം. ഇതാണ് ആയുഷ്മാൻ സാരിപുത്രൻ പറഞ്ഞത്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ആയുഷ്മാൻ മഹാകോഠിത വളരെ സന്തോഷവാനായി, വളരെ തൃപ്തനായി ആയുഷ്മാൻ സാരിപുത്രൻ്റെ വാക്കുകളെ അഭിനന്ദിച്ചു. മഹാവേദള്ള സുത്തം നിഠിതം. ഇത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സൂത്രമാണ്. അതായത് സാധനയിൽ വളരെ ഉയർന്നവർക്ക് ഒരുപാട് പ്രേരണ കൊടുക്കുന്ന ഒരു സൂത്രമാണിത്. പക്ഷേ സാധാരണക്കാരും ഇത് വായിച്ചിരിക്കുന്നത്, അറിഞ്ഞിരിക്കേണ്ടത് വളരെ നല്ലതാണ്. ഇത് പല പ്രാവശ്യം നമ്മൾ കേട്ടുകഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവൂ. ഒരിക്കൽ ഒരു സൂത്രം നമ്മൾ കേട്ടുകഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പരിപൂർണമായിട്ടും മനസ്സിലാകണം എന്നില്ല. പ്രത്യേകിച്ചിട്ട് ബുദ്ധൻ്റെ ധ്യാനം ചെയ്യാത്തവർക്ക് ഒട്ടും തന്നെ മനസ്സിലാവില്ല. പക്ഷേ ധ്യാനം ചെയ്യുന്നവർക്ക് പല പ്രാവശ്യം കേട്ടുകഴിഞ്ഞാലേ അർത്ഥം മനസ്സിലാകുകയുള്ളൂ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നമ്മൾക്ക് കുറച്ച് സമയം പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വ പ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വ പ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വ പ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.